അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി ടു ഗ്രേ ആണ്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം 7486 ഗേറ്റ് ഐ സി ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇതാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻപുട്ടെല്ലാം ലോ ആവുന്ന കണ്ടീഷൻ, ഔട്ട്പുട്ട് 0. അടുത്ത ഇൻപുട്ട് 1 കൊടുക്കുന്നു, 0 0 1 കൊടുക്കുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 0 1. അടുത്ത 2 കൊടുക്കുന്നു, 2 കൊടുക്കുമ്പോൾ 3 0 0 1 1. അടുത്ത 3 കൊടുക്കുന്നു, 3 കൊടുക്കുമ്പോഴത്തേക്ക് എന്താ കിട്ടണം? ഔട്ട്പുട്ട് 2 കിട്ടണം, 0 0 1 0. അടുത്തതെന്ന് പറയുന്നത് 4 കൊടുക്കാം. 4 കൊടുക്കുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് 6 കിട്ടണം, അതായത് 0 1 1 0. ഇനി എന്ന് പറയുന്നത് 5 കൊടുക്കാം. 5 എന്ന് പറയുന്നത് 0 1 0 1. 5 കൊടുക്കുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് 7 കിട്ടണം. ഇനി അടുത്ത 6 കൊടുക്കാം. 6 എന്ന് പറയുന്നത് 0 1 1 0 0 1 1 0. 6 കൊടുക്കുമ്പോഴത്തേക്ക് 5 കിട്ടി, 0 1 0 1. ഇനി അടുത്ത 7 കൊടുക്കാം. 7 കൊടുത്തപ്പോഴത്തേക്ക് ഔട്ട്പുട്ട് എന്താണ്? 4 കിട്ടണം, 0 1 0 0. നമ്മൾ കൊടുത്തിട്ടേക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 7 0 1 1 1. അടുത്ത ഔട്ട്പുട്ട് 8 ആണ് ഞാൻ ഇൻപുട്ട് കൊടുത്തത്. 8 കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ 12 ആണ്, 1 1 0 0. അടുത്ത് നമ്മൾ 9 കൊടുത്തു, 1 0 0 1. 9 കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് ആൻസർ ഇട്ടേക്കുന്നത് 13 ആണ്, 13 1 1 0 1. അതണക്ക് എല്ലാ ഔട്ട്പുട്ടും നമുക്ക് ഇതിനൊക്കെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. അടുത്ത കണ്ടീഷൻ ഇനി 11 കൊടുക്കാം. ഇപ്പോൾ ഇത്രയാണ് തകുന്നത്, 1 0 0 1. ഇനി അടുത്ത 1 0 1 0 1 0 1 0 1 0 1 0 കൊടുക്കുമ്പോഴത്തേക്ക് 15 കിട്ടണം. അടുത്ത 1 0 1 1 കൊടുക്കണം. 1 1 കൊടുക്കുമ്പോഴത്തേക്ക് ആൻസർ 1 1 1 0. നിങ്ങൾ നോക്കി പോയാൽ മതി, 14 നോക്കി പോയാൽ മതി, 14 ആണ് ആൻസർ. ഇനി അടുത്ത് നമ്മൾ കൊടുക്കുന്ന 12 ആണ്. 1 1 0 0. അന്നേരം 1 0 1 0 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. 10. നമുക്ക് 14 കൊടുക്കാം, 1 1 0. 14 കൊടുക്കുമ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് 9 ആണ്, 1 0 0 1. നമുക്ക് 15 കൊടുക്കാം. 15 കൊടുക്കുമ്പം ആൻസർ കിട്ടുന്നത് 8, ഔട്ട്പുട്ട് 8 1 0 0 0.